ഇന്ത്യൻ കറൻസിയുടെ പ്രത്യേകതകളെ കുറിച്ച് നോക്കാം. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ പേപ്പർ കറൻസികൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. 1861 പേപ്പർ കറൻസി ആക്ട് പ്രകാരമാണ് ഇന്ത്യ ഗവൺമെന്റിന് കറൻസികൾ പുറത്തിറക്കുവാനുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ 1 രൂപ നോട്ട് ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് RBI ആണ്. എന്നാൽ 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. 1 രൂപ നോട്ട് ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് RBI ഗവർണറും. എന്നാൽ 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുമാണ്. 1957 മുതലാണ് ഇന്ത്യൻ കറൻസി ദശാംശ സമ്പ്രദായത്തിലോട്ട് കടന്നത്. എന്നാൽ 1996 മുതലാണ് മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ RBI അച്ചടിച്ചിറക്കാൻ തുടങ്ങിയത്. ഈ ഇന്ത്യൻ കറൻസിയിൽ ഇംഗ്ലീഷ്, ഹിന്ദി ഉൾപ്പെടെ 17 ഭാഷകളിലാണ് ഇതിന്റെ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ കറൻസിയിൽ ആദ്യം അച്ചടിച്ചിരിക്കുന്ന ലാംഗ്വേജ് ഏതെന്ന് ചോദിച്ചാൽ അത് ആസാമീസും, അതുപോലെ തന്നെ അവസാനം അച്ചടിച്ചിരിക്കുന്ന ലാംഗ്വേജ് ഏതെന്ന് ചോദിച്ചാൽ അത് ഉറുദുവുമാണ്. ഈ കറൻസി നോട്ടിൽ 7ാമതായാണ് മലയാളത്തിൽ അതിന്റെ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കറൻസിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് D. ഉദയകുമാർ. ഈ ചിഹ്നത്തെ ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നമായി സ്വീകരിച്ചത് 2010 ജൂലൈ 15-നാണ്. ദേവനാഗരി ലിപിയും റോമൻ ലിപിയും ചേർന്നതാണ് ഇന്ത്യയിൽ രൂപയുടെ ചിഹ്നം. അതുപോലെ തന്നെ ചിഹ്നമുള്ള 5ാമത്തെ കറൻസിയാണ് ഇന്ത്യൻ രൂപ. 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് ഒറീസയിലെ കൊണാർക്കിലെ തന്നെ സൂര്യക്ഷേത്രം. അതുപോലെ തന്നെ 20 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം എല്ലോറ ഗുഹകളും, 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കർണാടകത്തിലെ ഹംപിയും, 100 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് റാണി കി വാവും, 200 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം സാഞ്ചി സ്തൂപവും. എന്നാൽ 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ചെങ്കോട്ടയുടേതുമാണ്. ഇതുപോലുള്ള ഡെയിലി PSC അപ്ഡേറ്റ്സിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ.